പരസ്യമായിട്ട് വോട്ട് പിടിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് മെത്രാന്മാരൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ അവരൊരു ചരിത്രം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. സെക്യുലറിസം എന്നുള്ള വാക്ക് ഉണ്ടായത് എങ്ങനെയാണ്? സെക്യുലറിസം എന്ന വാക്ക് പാശ്ചാത്യ നാട്ടിലുണ്ടായത് സഭ ഭരണകാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും ഇടപെടരുത് എന്നുള്ള തീരുമാനം വന്നതിന് ശേഷമാണ്. അങ്ങനെയാണ് സഭയ്ക്ക് വേറെ സ്ഥലം പതിച്ചു കൊടുത്ത് വത്തിക്കാൻ എന്നുള്ള രാജ്യം ഉണ്ടാക്കി പോപ്പിനെ അവിടെ വാഴിച്ചു. കാർന്നവൻ ഇവിടെ ഇരുന്നോളണം, വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടരുത്. ലിയോ കേട്ടിട്ടുണ്ടോ പോപ്പ് എപ്പോഴെങ്കിലും ഏതെങ്കിലും കക്ഷിക്ക് വോട്ട് ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ പറയുന്നത്? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഇറ്റലിയിലെ തെരഞ്ഞെടുപ്പിൽ പറയില്ല, ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പിൽ പറയില്ല, ഒരിടത്തും പറയില്ല. കാരണം പോപ്പിനതിൽ കാര്യമില്ല. പോപ്പ് ഇടപെട്ട് കഴിഞ്ഞാൽ പോപ്പ് ചൂടാകും ആൾക്കാർ. ഇപ്പോഴേ ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഡൊണാൾഡ് ട്രംപ് ചീത്ത പറഞ്ഞില്ലെന്നേ ഉള്ളൂ പോപ്പിനെ. പോപ്പിനോട് പറഞ്ഞു കാർന്നവർ മിണ്ടാതിരുന്നോളണം എന്ന് പറഞ്ഞു. കാർന്നവർക്ക് എന്താ ഇതിൽ കാര്യം? വല്ല ലോകസമാധാനം വേണമെന്നൊക്കെ ഇങ്ങനെ ജനറലായിട്ട് പറയാമെന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് പോപ്പ് സ്പെസിഫിക്സിലേക്ക് കടന്നാൽ പോപ്പിന് ബുദ്ധിമുട്ടാകും. ഇത് അറിയാവുന്നവരാണ് ക്രൈസ്തവ സഭയിലെ ആൾക്കാർ മുഴുവൻ. അവരാണ് സെക്യുലറിസം എന്നുള്ള വാക്ക് ലോകത്തിന് സംഭാവന ചെയ്തത്. അതുവരെ സെക്യുലറിസം ഡിക്ഷണറിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സഭ രാഷ്ട്രീയത്തിലും ഭരണകാര്യത്തിലും ഇടപെടാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അതില്ല തിരുമേനി എന്ന് പറയേണ്ടി വരും. അത് നിങ്ങളുടെ തന്നെ പ്രിൻസിപ്പിൾ അനുസരിച്ച് നിങ്ങൾക്ക് ആ അവകാശം ഇല്ല എന്ന് പറയേണ്ടി വരും. നിങ്ങൾ എവിടെയൊക്കെ അത് ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം അതിനെ കുത്തിത്തിരിപ്പായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. സഭാ നിരോധനം, സഭയെ ഓടിച്ചിട്ട് തല്ലുക, ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ ഈ വേണ്ടാത്ത രാഷ്ട്രീയം കളിക്കുമ്പോഴാണ്.